നമസ്കാരം. കേരള പോലീസിന്റെ തലപ്പത്ത് വൻ അഴിച്ചുപണികൾ നടത്തി പുതിയ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ജയിൽ മേധാവിയായ എസ് ശ്രീജിത്തിന് DGP പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ ഒപ്പുവെച്ച ഉത്തരവാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത്. ബെവ്കോ MD യോഗേഷ് ഗുപ്തയെയും അഗ്നിരക്ഷാസേനാ മേധാവിയായി ബൽറാം കുമാർ ഉപാധ്യായയെയും നിയമിച്ചതിനൊപ്പമാണ് ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കാവുന്ന എസ് ശ്രീജിത്തിന്റെ DGP ആയുള്ള ഈ ഒരു പ്രൊമോഷൻ നാടകവും അരങ്ങേറിയത്. മുൻപ് ADGP MR അജിത് കുമാർ സസ്പെൻഷനിലായ പശ്ചാത്തലത്തിൽ ചീഫ് സെക്രട്ടറിയുടെ പ്രത്യേക ശുപാർശയോടെയാണ് ശ്രീജിത്ത് DGP സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത്. എന്നാൽ ഇത്രയധികം ആരോപണങ്ങളിലും വീണ ഒരു ഉദ്യോഗസ്ഥനെ എതിർപ്പുകളെല്ലാം കാറ്റിൽ പറത്തി DGP ആക്കാൻ കാണിച്ച ഈ ഒരു തിടുക്കം എന്തിനായിരുന്നുവെന്ന് സർക്കാർ ജനങ്ങളോട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ വിരമിച്ചപ്പോഴുണ്ടായ ഒഴിവിലാണ് ശ്രീജിത്തിന് നിയമനം നൽകിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഡിസംബറിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി സുരേഷ് രാജ് പുരോഹിതിനെയും MR അജിത് കുമാറിനെയുമായിരുന്നു ഈ ഒരു പദവിയിലേക്ക് ശുപാർശ ചെയ്തിരുന്നത്. സുരേഷ് രാജ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ തുടരുകയും ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതര കുറ്റത്തിന് MR അജിത് കുമാർ സസ്പെൻഷനിലാവുകയും ചെയ്തതോടെയാണ് അടുത്ത സീനിയറായ എസ് ശ്രീജിത്തിന് മുന്നിൽ വഴി തുറക്കുന്നത്. അജിത് കുമാറിന് ശേഷം 96 ബാച്ചുകാരനായ ശ്രീജിത്ത് വന്നെത്തിയെന്നത് ശരി തന്നെ. എന്നാൽ സീനിയോറിറ്റി പട്ടിക മാത്രം നോക്കി ഒരു ഉദ്യോഗസ്ഥന്റെ പശ്ചാത്തലവും ആരോപണങ്ങളും കണ്ടില്ലെന്ന് നടിക്കുന്നത് ജനങ്ങളോടുള്ള വലിയൊരു പരിഹാസം തന്നെയാണ്. നേരത്തെ ഒരു ADGP ഉണ്ടാക്കി വെച്ച പുലിവാലുകളിൽ നിന്നും ചീത്തപ്പേരിൽ നിന്നും ഇടതുപക്ഷ പാർട്ടിയും മറ്റ് ഭരണാധികാരികളും ഇപ്പോഴും പൂർണ്ണമായും കരകയറിയിട്ടില്ല. വിവാദ നായകന്മാരായ ഉദ്യോഗസ്ഥരെ കണ്ണടച്ച് സംരക്ഷിക്കുകയും പ്രധാന തസ്തികകളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തതിന്റെ ദുരന്തം കേരളം അനുഭവിച്ചതുമാണ്. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാതെ അതിലും വലിയ ആരോപണ ശരങ്ങൾ നേരിട്ട മറ്റൊരു ഉദ്യോഗസ്ഥന് DGP പദവി വെച്ചു നീട്ടാൻ നിലവിലെ സർക്കാരും തയ്യാറാകുന്നത് എന്തൊരു വൈരുദ്ധ്യമാണ്. ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്നപ്പോഴും മറ്റ് പ്രധാന പദവികൾ വഹിച്ചപ്പോഴും എസ് ശ്രീജിത്തിനെതിരെ നിരവധി ഗുരുതര ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അതെല്ലാം അടിയന്തരമായി തള്ളിക്കളഞ്ഞ് ഇയാളെ പോലീസിന്റെ തലപ്പത്തേക്ക് എത്തിക്കാൻ നടത്തിയ അണിയറ നീക്കങ്ങൾ ആരെ തൃപ്തിപ്പെടുത്താനായിരുന്നുവെന്ന് മനസ്സിലാകുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു അധികാര കസേരയിൽ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥൻ തികച്ചും കളങ്കമറ്റതും ജനങ്ങൾക്ക് വിശ്വാസമുള്ളതുമായ വ്യക്തിയായിരിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതൊരു തെറ്റല്ല. പോലീസ് സേനയോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യത തകരുന്ന രീതിയിൽ ആരോപണ വിധേയരെ ഉയർന്ന തസ്തികകളിൽ വാഴിക്കുന്നത് ഏത് ഭരണകൂടത്തിന് ചേർന്ന പണിയാണ്. മുൻ സർക്കാരിന്റെ കാലത്തിറങ്ങിയേറിയ പോലീസിലെ വഴിവിട്ട നീക്കങ്ങളെ വിമർശിച്ചവർ ഇന്ന് അധികാരത്തിലെത്തിയപ്പോൾ അതേ പാതയിലൂടെ തന്നെ സഞ്ചരിച്ച് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്ക് റെഡ് കാർപ്പറ്റ് വിരിക്കുകയാണ്. MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമായില്ല. പകരം കൊണ്ടുവരുന്ന ആളെങ്കിലും നിയമവ്യവസ്ഥയോടും ജനങ്ങളോടും നീതി പുലർത്തുന്ന ആളാണെന്ന് ഉറപ്പാക്കണമായിരുന്നു. അതിനു പകരം ഉയർന്നു വന്ന എതിർപ്പുകളെയും വസ്തുതകളെയും പാടെ അവഗണിച്ച് ശ്രീജിത്തിനെ DGP ആക്കാൻ ഒപ്പുവെച്ച നടപടി ഈ സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും വലിയൊരു വീഴ്ചയായി മാത്രമേ കാണാൻ കഴിയൂ. ജനങ്ങളുടെ സുരക്ഷയും ക്രമസമാധാനവും ഉറപ്പുവരുത്തേണ്ട പോലീസ് തലപ്പത്ത് കളങ്കമറ്റ ഉദ്യോഗസ്ഥരെ കാണാൻ ആഗ്രഹിക്കുന്ന പൊതുസമൂഹത്തിനു മുന്നിൽ ഇത്തരം നിയമനങ്ങൾ വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ് ചെയ്യുന്നത്.